കേരള പോലീസിൽ ആളില്ല. പക്ഷേ പോലീസ് സേനയിൽ പുതുതായിട്ട് 2600 പേര് കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് സേന മേധാവി ശുപാർശ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ നിലവില് ജോലി ഇല്ലാത്തതല്ല പ്രശ്നം, അത് കൊടുക്കാനുള്ള മനസ്സില്ലാത്തതാണ് പ്രശ്നം. ആ മനസ്സുണ്ടാവണമെങ്കിൽ മനസ്സിൽ കുറച്ച് മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം വേണം. ഇത് പറയാനുള്ള റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, 10-25 ദിവസം കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തിലെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ മുന്നിൽ വന്നിട്ട് ഈ പറയുന്ന ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴഞ്ഞും പുല്ല് തിന്നും കിടന്നും ഉരുണ്ടും പകുതി മീശ വടിച്ചും താടി വടിച്ചും ഈ പൊരി വെയിലത്ത് ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ വഴിയിൽ ചത്ത് കിടന്നൊരു പട്ടിയുടെ വില പോലും നിങ്ങൾ അവർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന PSC പുറകെ പിടിച്ചോണ്ട് പോകുന്നതിനേക്കാളും നല്ലത് തലയിൽ മീൻകൊട്ടയും വെച്ചുകൊണ്ട് ചുവന്നുകൊണ്ട് മീമിക്കാൻ പോണതാണെന്ന് പറഞ്ഞതാണ് ഒരു മന്ത്രി. ഇങ്ങനെയുള്ളൊരു മന്ത്രിസഭയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വിട്ടത് എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും സത്യത്തിൽ നാണക്കേടാണ് തോന്നുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്ത് വിട്ട, അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച മന്ത്രിമാര് നമുക്ക് എന്താണ് നമുക്ക് ചെയ്തു തരുന്നത് മനസ്സിലാവുന്നില്ല. ഇന്നത്തെ മനോരമ പത്രം എടുത്ത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. കേരളത്തിന്റെ നിലവിലത്തെ വ്യവസ്ഥ, കേരളത്തിന്റെ നിലവിലത്തെ സ്ഥിതി അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനകത്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങൾ ഇതിനകത്ത് കാണുന്നത്. രണ്ടാമത്തെ ഒരു വാർത്തയുണ്ട്, സബ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ആ വാർത്ത. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ നിയമനത്തിൽ വിവാദം, 548 പേര് ലിസ്റ്റിൽ നിന്ന് പുറത്തായി എന്ന് പറയുമ്പോഴത്തേക്കും PSC ആദ്യം പുറത്തിറക്കിയ പട്ടികയിൽ 1140 പേരാണ് വന്നിട്ടുള്ളത്. എന്നാൽ പുതുക്കിയ പട്ടിക എന്ന് പറയുമ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്ന പുതുക്കിയ പട്ടികയിൽ അതിനെ വീണ്ടും വെട്ടി കുറച്ച് എത്രയാക്കി മാറ്റി, 548 പേരാക്കി മാറ്റി. ഈ SI ലിസ്റ്റിനകത്ത് വന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാത്തവർ പോലും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന 1140 പേര് അതിനകത്ത് വന്നത്. ഇത് വെറും ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത്. ഒന്നിയില് വൃത്തിയായിട്ട് ഒരു പണി ചെയ്യുക, പണി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വച്ച് കെട്ടി വേറെ വല്ല പണിക്കും പോവുക. അതങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം മറ്റൊന്നുമല്ല, ഇത്രയും ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന 548 പേരെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഇത്രയും പ്രതീക്ഷ നിറച്ചിട്ട് അവരെ പുറത്താക്കുന്ന ഒരു ഇഷ്യൂ. അല്ലാന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ഒരു ജോലി അത് മറ്റേ ആൾക്കാരിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു വ്യവസ്ഥ. മനസ്സിലായില്ലേ? ഈ സബ് ഇൻസ്പെക്ടറിന്റെ ലിസ്റ്റിനകത്ത് വരണമെങ്കിൽ തന്നെ പ്രിലിംസ് എഴുതണം, മെയിൻസ് എഴുതണം, പിന്നെ അടുത്ത് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ഉണ്ട്, അവസാനം ഇന്റർവ്യൂ ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ലിസ്റ്റ് ഒക്കെ വരുന്നത്. ഇതിൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവാത്തവർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന 548 വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 548 ആ ഒരു ലിസ്റ്റിനകത്ത് കയറി എന്നുള്ള കാര്യമാണ്. വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെയാണ് ഈ പറയുന്ന PSC ഹെഡായിട്ടൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ വലിയൊരു മിസ്റ്റേക്കാണ് നമ്മുടെ കേരള PSC ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ പറയാനുള്ളത് ഈ പറയുന്ന ഈ ഒരു വാർത്തയെ കുറിച്ചാണ്, പോലീസ് സേനയിലെ ആളിന്റെ കുറവ്. ആ വാർത്തയാണെന്ന് വായിച്ചു തരാം, നിങ്ങൾ ആ വാർത്തയൊന്ന് കേൾക്കണം. കാര്യം നമ്മുടെ ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും മാധ്യമങ്ങൾ, 24 മലയാള മനോരമയും മാതൃഭൂമി ന്യൂസും സകല മാധ്യമങ്ങളും ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് അതിന്റെ ഫ്രണ്ടിൽ കൂടി AC കാറിൽ ഒരു 7-8 പോലീസ് വണ്ടിയുടെ എസ്കോർട്ടിൽ പോകുന്ന ആൾക്കാരെ കണ്ടല്ലോ. അവരുടെയൊക്കെ മനസ്സ് മനുഷ്യനാണോ? മനസ്സിനകത്ത് ഈ പറയുന്ന ചങ്കെന്ന് പറയുന്നത് ഒരു ഇരട്ടച്ചങ്കിലും ഒരു ചങ്കെങ്കിലും മനുഷ്യ ഹൃദയമായിട്ടുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. അതോ കരിങ്കല്ല് വല്ലതാണോ? ഇത്രയും പേര് അവിടെ കിടന്ന് പുല്ലും നിന്ന് പട്ടിണിയും കിടന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഒരു മനസ്സിനൊരു ചെറിയൊരു ഇളക്കം പോലും സംഭവിക്കുന്നില്ലല്ലോ. എന്തായാലും ഈ വാർത്തയാണ് വായിച്ചത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥ ക്ഷാമം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 2602 പേരുടെ അധിക അംഗബലം ആവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി DGPക്ക് ശുപാർശ കൈമാറിയിട്ടുണ്ട്. സിറ്റിയില് 1225 പേരുടെയും റൂറലിൽ 1337 പേരും അധികമായി നിയോഗിക്കണമെന്നാണ് ആവശ്യം. അപ്പൊ പോലീസ് സ്റ്റേഷനിലെ അധിക അംഗബലം ആവശ്യമുണ്ടെങ്കിൽ ശുപാർശ സമർപ്പിക്കാമെന്നും DGP നിർദ്ദേശം നൽകിയിരുന്നു. സ്റ്റേഷനുകളിലെ ദൈനംദിന ഡ്യൂട്ടികൾക്കും ക്രമസമാധാന ഗതാഗത ക്രമീകരണങ്ങൾക്കും ആവശ്യമായ കുറഞ്ഞ അംഗബലം പോലും നിലവിൽ ഇല്ല എന്നാണ് പറയുന്നത്. കൂടാതെ ഗുണ്ട ആക്രമണങ്ങളും കവർച്ചകളും വർദ്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തില് ക്രമസമാധാനം താളം തെറ്റുമ്പോഴും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിച്ചിട്ടില്ല. എങ്ങനെ പരിഹരിക്കാനാണ്? സ്വന്തം ഒരു ക്യാമ്പസില് ഇത്രയും ദിവസം 2-3 ദിവസം സഹപാഠിയെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ തുണി ഉരിഞ്ഞ് ഉടുതുണി ഇല്ലാതെ അടിച്ച് ഉരുട്ടി അവന് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ അടിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ ഒരു നാടാണ് നമ്മുടെ കേരളം. എന്നിട്ടും ഇതൊന്നും ആരും പുറത്തറിയുന്നില്ല എന്നുള്ള കാര്യമാണ്. ഇതൊക്കെ പറയാനുള്ള കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിൽ
കേരളത്തിന് ഇത്രയും ഒരു ഭീകരാന്തരീക്ഷവും ഇത്രയും ഒരു ഗതികെട്ട അവസ്ഥയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ പറയുന്ന ക്രമസമാധാനം പാലിക്കുന്നതിനാണ് നമുക്ക് പോലീസ് ഉള്ളത്. അപ്പൊ അതിന് വേണ്ട ആൾക്കാർ പോലും നിലവില് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ സിറ്റി പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിലായിട്ട് 300ഓളം തസ്തികകളാണ് ഒഴിഞ്ഞിടക്കുന്നത്. 300ഓളം തസ്തികകൾ ഒഴിഞ്ഞിടക്കുകയാണ്. പോലീസ് കൺട്രോൾ റൂമിൽ അടക്കം ആവശ്യത്തിന് പോലീസുകാരില്ല. ടൂറിസം മേഖലകളുടെ സുരക്ഷയ്ക്കായിട്ട് അനുവദിച്ച 26 തസ്തികകൾ ഒഴിഞ്ഞിടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ സീനിയർ സിവിൽ പോലീസുകാരുടെ തസ്തികയിൽ അടക്കം 15 ഒഴിവ്. സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള സ്റ്റേഷനാണ് കണ്ടോൺമെന്റ് സ്റ്റേഷൻ. ആ സ്റ്റേഷനിൽ വരെ 15 പേരുടെ ഒഴിവാണ് അതിനകത്തുള്ളത്. നഗരത്തിൽ 80ഓളം സീനിയർ വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കും കുറവുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ WCPOയ്ക്കും ഏകദേശം 80ഓളം പേര് അതിനകത്ത് കുറവുണ്ട്. കണക്കെടുപ്പ് റിപ്പോർട്ട് കാണാതായതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നതെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ പേരെ നിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 2017 DGP സമർപ്പിച്ച റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിൽ നിന്നും കാണാതായി. ഇതെന്ത് കാണാതാവുക എന്നത് കുട്ടിച്ചാത്ത സേവ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഒന്നിനെ നിങ്ങൾ മുക്കിയതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് പോയിട്ടുണ്ടാകത്തില്ല. മാത്രമല്ല പുതിയ കണക്കെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് 18,229 പേരുടെ അധികം അംഗബലമാണ് DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്റ്റേഷനുകളിൽ പോലീസുകാരുടെ കുറവ് കേരള പോലീസ് അസോസിയേഷൻ വീണ്ടും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പഴയ ശുപാർശ ആഭ്യന്തര വകുപ്പിൽ നിന്നും കാണാതായത്. ആഭ്യന്തര സെക്രട്ടറി DGP അറിയിച്ചത്. അപ്പോൾ ഇതുപ്രകാരമാണ് ജില്ലയിലെ എല്ലാ പോലീസ് മേധാവിമാരും ശുപാർശ സമർപ്പിച്ചെങ്കിലും ഫയൽ സർക്കാരിലേക്ക് പോയിട്ടില്ല. നല്ലതാണ്, വളരെ നല്ല കാര്യം. ഇത്രയും ആവശ്യമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാന ലംഘനം ഇത്രയും ഗതികെട്ട ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ആൾക്കാർ ആവശ്യമുള്ള ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ഫയൽ നീങ്ങരുത്, അവിടെ തന്നെ കിടക്കുക കേട്ടോ. എന്നിട്ട് അവസാനം ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും സെക്രട്ടേറിയറ്റിലെ ഫയലെല്ലാം കത്തി നശിച്ചു എന്ത് ചെയ്യുക, ഒരു റിപ്പോർട്ട് അങ്ങ് കൊടുക്കുക. അതോടുകൂടി എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാവും. ഓക്കെ, അപ്പൊ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ പറയുന്ന കണക്കിന് പത്രത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും സംസാരിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് മാത്രമല്ല, ശമ്പളമില്ല. സെക്രട്ടേറിയറ്റിന് ഒരു സൈഡില് ഈ പറയുന്ന പോലീസിന്റെ ഉദ്യോഗാർത്ഥികൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോഴത്തേക്കും മറ്റേ സൈഡില് സംസ്ഥാന സർവീസിലെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു, സമരത്തിലാണ്. ഒരിടത്ത് ജോലിയില്ല, മറ്റിടത്ത് ശമ്പളമില്ല. നമ്മൾ പക്ഷെ എന്ത് ചെയ്യും, നവകേരള യാത്രയൊക്കെ നടത്തി ഈ പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഓണം എന്നൊക്കെ ഉള്ളതൊക്കെ മാറ്റി അതെന്ത് ചെയ്യുന്നു, അത് പുതിയ കാര്യങ്ങളൊക്കെ ആക്കി നമുക്കിങ്ങനെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോവുക. വീണ്ടും എന്ത് ചെയ്യുക, മുടിച്ച് കേരളത്തെ ഒരു കുട്ടിച്ചോറാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഈ പറയുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും സംസാരിക്കാതിരിക്കാനുള്ള ഒരു മനസ്സ് വരുന്നില്ല, അതുകൊണ്ട് സംസാരിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇതിനൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ അങ്ങ് അനുഭവിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന തസ്തികയിലെ കുറവ് കൊണ്ടല്ല നമുക്ക് കിട്ടാത്തതെന്ന് മനസ്സിലായല്ലോ. ഈ പറയുന്ന ഫയലുകൾ എന്ത് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല, അവിടെ കിടക്കട്ടെ. ഓക്കെ, അപ്പൊ ശരി.